അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആഫ്റ്റർ allowing a discount of 10% on the marked price, a shopkeeper charges 540 for a watch. Had he not allowed any discount, he would have made a profit of 20%. What is the actual cost of the watch? So, after allowing a discount of 10%, the marked price, അതായത് മാർക്ക്ഡ് പ്രൈസിന് 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് മാർക്ക്ഡ് പ്രൈസ് എത്ര എന്നറിയോ? അറിയത്തില്ല. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് 100%. അതിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് എത്ര? 10%. അപ്പോൾ ആ 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞ് ഈ സാധനം നമ്മൾ എങ്ങനെ വിൽക്കും? 90%. അങ്ങനെ 90% വിറ്റതാണ് എത്ര? 540. അപ്പോൾ 90% 540 ആണെങ്കിൽ നമുക്ക് 100% കണ്ടുപിടിച്ചാൽ മാർക്ക്ഡ് പ്രൈസ് കിട്ടത്തില്ലേ? എങ്ങനെ കിട്ടും? 540 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 എത്ര കിട്ടും? 600. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് എത്ര എന്ന് കിട്ടി? നമുക്ക് 600 കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഡ് ഹി നോട്ട് ഗിവൺ എനി ഡിസ്കൗണ്ട്, അയാൾ ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ MRP തന്നെ അയാൾ വിൽക്കുന്നു, മാർക്ക്ഡ് പ്രൈസിന് തന്നെ അയാൾ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയേനെ? 600 തന്നെ അയാൾ വിറ്റേനെ, ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാതെ. അങ്ങനെ 600 തന്നെ അയാൾ വിറ്റിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് മേഡ് എ പ്രോഫിറ്റ് ഓഫ് 20%. 600 തന്നെ വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് 20% ലാഭം കിട്ടിയേനെ. എന്ന് പറഞ്ഞാൽ അയാളുടെ കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് 20% ആയേനെ. അയാൾക്ക് 120% വിൽക്കാമായിരുന്നു. അപ്പൊ മക്കളെ, ആ 120% എന്ന് പറയുന്നതല്ലേ ഈ 600? അതെ. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? 120% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 600 ആയിരിക്കും അല്ലേ? 120% എത്ര ആയിരിക്കും? 600 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട എന്താ? വാട്ട് ഈസ് ദി ആക്ച്വൽ കോസ്റ്റ് പ്രൈസ്? ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര? 100% എത്ര എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? അതെ. അപ്പോൾ 120% 600 ആണെങ്കിൽ 100% നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 120 മുട്ടായിക്ക് 600 രൂപയാണ്. ഒരു മുട്ടായിയുടെ വില കണ്ടുപിടിക്കാൻ 600നെ 120 കൊണ്ട് ഹരിക്കുന്നു. 100 ആവേണ്ടതെങ്കിലോ 100% വേണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടുന്നു? 5 ഇൻറ്റു 100 500 രൂപ എന്ന് കിട്ടുന്നു. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ. യെസ് യെസ്, ആൻസർ എ. അടുത്ത ചോദ്യം നോക്കാം. ത്രൂ ആൻ ഇൻലെറ്റ് എ ടാങ്ക് ടേക്സ് 8 hours to get filled. Due to a leak in the bottom, it takes 2 hours more to get it filled completely. If the tank is full, how much time will the leak take to empty it? അതായത് ഫില്ല് ചെയ്യാൻ 8 മണിക്കൂർ, ലീക്ക് ഉള്ളത് കൊണ്ട് 10 മണിക്കൂർ. ഫില്ല് ചെയ്യാൻ 8 മണിക്കൂർ, ലീക്കും കൂടെ വന്നതുകൊണ്ട് എത്ര മണിക്കൂർ? 10 മണിക്കൂറായി. ഇങ്ങനെ മാത്രം. ഇപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഒരു ടാങ്ക് നോർമലി ഫില്ല് ചെയ്യാനായിട്ട് 8 മണിക്കൂർ എടുക്കുന്നു, ലീക്കും കൂടെ ഉള്ളത് കൊണ്ട് 2 മണിക്കൂർ കൂടെ കൂടി, അതായത് 10 മണിക്കൂർ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലീക്ക് മാത്രം ആ ടാങ്കിനെ എംറ്റി ആക്കാൻ എത്ര സമയം എടുക്കും? ഈ ഒരു ഫോർമാറ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ XY ഡിവൈഡഡ് ബൈ X-Y എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്താൽ മതി. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ഷോർട്ട് കട്ട് നോക്കാം. ഇതെന്താ? XY എന്ന് പറഞ്ഞാൽ 2 വാല്യൂ ഉള്ളല്ലോ ഇതിനകത്തിൽ, 8ഉം 10ഉം. 8 മണിക്കൂറാണ് നോർമലി, ലീക്ക് വന്നതുകൊണ്ട് 2 മണിക്കൂർ എടുത്തു, അപ്പോൾ 10. അപ്പോൾ എന്ത് ചെയ്യുക? ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 10 ഇൻറ്റു 8 മൈനസ് 10 മൈനസ് 8. 10 ഇൻറ്റു 8 എത്ര? 80. 10 മൈനസ് 8 എത്ര? 2. 80/2 എത്ര? 40. സോ ആൻസർ എത്ര ആയിരിക്കും? 40 മണിക്കൂറായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. എന്താ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫില്ല് ചെയ്യാൻ ഇത്ര സമയം, ലീക്ക് ഉള്ളത് കൊണ്ട് അത്രയും സമയവും കൂടെ, ഇച്ചിരി സമയം കൂടെ കൂടുതൽ എടുത്തു. അപ്പോൾ ഫില്ല് ചെയ്യാൻ 8 ആണെങ്കിൽ എംറ്റി ആക്കാൻ 10. അപ്പോൾ 8ഉം 10ഉം. ഇപ്പോൾ ചിലപ്പോൾ പറയും ഫില്ല് ചെയ്യാൻ 4 മണിക്കൂർ, ലീക്ക് ഉള്ളത് കൊണ്ട് 1 മണിക്കൂർ കൂടെ കൂടുതൽ എടുത്തു, അപ്പോൾ 4ഉം 5. ഫില്ല് ചെയ്യാൻ 15 മണിക്കൂർ, ലീക്ക് ഉള്ളത് കൊണ്ട് 5 മണിക്കൂർ കൂടെ കൂടുതൽ എടുത്തു, അപ്പോൾ 15ഉം 20. ഈ 2 വാല്യൂ വെച്ചിട്ട് XY ഡിവൈഡഡ് ബൈ X-Y എന്ന ഷോർട്ട് കട്ട് വെച്ച് നമുക്കിത് ചെയ്യാം. ഇനി ഇതിൻ്റെ പുറകിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ. നമുക്കൊരു ടാങ്ക് ഉണ്ട്, ആ ടാങ്ക് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 8 മണിക്കൂർ. ലീക്ക് എന്ന് പറയുന്നത് ഒരു അൺഅസൈൻഡ് എംറ്റി പൈപ്പാണ്, നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല, പക്ഷെ അതൊരു എംറ്റി പൈപ്പിൻ്റെ ജോലി അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് 2 മണിക്കൂർ കൂടെ കൂടുതൽ എടുത്തു അല്ലേ? അപ്പം ലീക്കിന് മാത്രം 8 മണിക്കൂർ, ലീക്കല്ല, ഫില്ല് ചെയ്യുന്ന പൈപ്പ് A, അതിന് 8 മണിക്കൂർ.
ഈ എയുടെ കൂടെ ഈ ലീക്കും കൂടെ വർക്ക് ചെയ്തതുകൊണ്ട് 10 മണിക്കൂർ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നു. എത്ര? 40. അതായത് രണ്ടിൻ്റെ LCM. നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ടോട്ടൽ വർക്ക് 40. ഇനി എഫിഷ്യൻസി എത്ര ആയിരിക്കും? 40/8 5, 40/10 4 ആണേ. അതെ, നോക്കിക്കാം മക്കളെ, എയുടെ മാത്രം എഫിഷ്യൻസി എത്ര? എയുടെ മാത്രം എഫിഷ്യൻസി 5, എ പ്ലസ് ലീക്കിൻ്റെ എഫിഷ്യൻസി 4. സോ 5 പ്ലസ് ലീക്കിൻ്റെ എഫിഷ്യൻസി 4. സോ ലീക്കിൻ്റെ എഫിഷ്യൻസി 4 - 5 -1. ചോദ്യം എന്താ? ലീക്കിൻ്റെ മാത്രം എഫിഷ്യൻസി കിട്ടി -1. ചോദ്യം എന്താ? ലീക്കിലൂടെ മാത്രം ഈ വെള്ളം പോയിട്ട് എത്ര സമയം കൊണ്ട് എം ടി ആകും? അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി അല്ലേ. വർക്ക് എത്ര? ടോട്ടൽ വർക്ക് എത്ര? 40. ലീക്കിൻ്റെ മാത്രം എഫിഷ്യൻസി എത്ര? -1. അപ്പോൾ എത്ര കിട്ടും? ടൈമിന് മൈനസോ പ്ലസോ ഒന്നുമില്ല, 40 മിനിറ്റ് എന്ന് നമുക്ക്, സോറി ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്, അവർ എങ്കിൽ അവർ, 40 അവർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ചോദ്യത്തിൽ അവർ ആയതുകൊണ്ട് അവർ, മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ്. സോ ആൻസർ എത്ര? 40 മണിക്കൂർ. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം എന്താ? എ മാൻ ഇൻ ട്രെയിൻ നോട്ടീസസ് ദാറ്റ് ഹി can count 21 telephone posters in 1 minute if they are known to be 50 meters apart. Then what is the speed is that the train going? അപ്പം ഒരുത്തൻ ഒരു മണിക്കൂറിൽ ട്രെയിനകത്തിൽ ഇരുന്നുകൊണ്ട് 21 പോസ്റ്റുകളെ എണ്ണി, ഒരു മണിക്കൂറിലല്ല ഒരു മിനിറ്റിൽ. ഒരുത്തൻ ഒരു ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഒരു മിനിറ്റിൽ 21 പോസ്റ്റുകളെ എണ്ണി. അങ്ങനെയാണെങ്കിൽ ഓരോ പോസ്റ്റും 50 മീറ്റർ അകലെയുമാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിൻ്റെ സ്പീഡ് എത്ര എന്നാ ചോദ്യം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു മിനിറ്റിൽ ഒരുത്തൻ ട്രെയിനിനകത്തിൽ ഇരുന്നു കൊണ്ട് 21 പോസ്റ്റുകളെ എണ്ണി. ഓരോ പോസ്റ്റും 50 മീറ്റർ അകലെയാണ് നിൽക്കുന്നതെങ്കിൽ ട്രെയിനിൻ്റെ വേഗത എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കാം മക്കളെ, ഇപ്പം ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറയുക. 1 2 3 4 1 2 3 4 4 പോസ്റ്റുകൾ ഞാൻ എണ്ണി ഒരു മിനിറ്റ് കൊണ്ട്. ഓരോ പോസ്റ്റും 50 മീറ്റർ അകലെയാണ് അല്ലേ. അപ്പോൾ എന്തുമാത്രം ദൂരം ഞാൻ സഞ്ചരിച്ചു? അപ്പോൾ ഞാൻ 4 പോസ്റ്റിനെ എണ്ണി. അപ്പോൾ നിങ്ങൾ പറയും 4 × 50 ആയിരിക്കും, കാരണം ഓരോ പോസ്റ്റും 50 മീറ്റർ അകലെയല്ലേ. 4 പോസ്റ്റിനെ ഞാൻ എണ്ണി, അപ്പോൾ 4 × 50 200 മീറ്റർ ഞാൻ സഞ്ചരിച്ചു എന്ന് നിങ്ങൾ പറയും. പക്ഷെ അളന്ന് നോക്കുമ്പോൾ അത് തെറ്റാണ്. ഇവിടെ കണ്ട 50 100 150 ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? 4 × 50 എന്ന് എടുക്കരുത്. നമ്മൾ ഈ പോസ്റ്റിനെ കൂടെ എണ്ണും, പക്ഷെ ഇത് 50 മീറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, രണ്ടാമത്തെ പോസ്റ്റ് ആകുമ്പോൾ മുതലേ 50 മീറ്റർ ആവുന്നുള്ളൂ. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ 50 മീറ്റർ നമ്മൾ സഞ്ചരിച്ചോ? ഇല്ല, രണ്ടാമത്തെ പോസ്റ്റ് എത്തുമ്പോഴേ നമ്മൾ 50 മീറ്റർ സഞ്ചരിക്കത്തുള്ളൂ. മൂന്നാമത്തെ പോസ്റ്റ് എത്തുമ്പോഴേ നമ്മൾ 100 മീറ്റർ സഞ്ചരിക്കത്തുള്ളൂ. നാലാമത്തെ പോസ്റ്റ് എത്തുമ്പോൾ നമ്മൾ 150 സഞ്ചരിക്കത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 21 പോസ്റ്റിനെ എണ്ണി എന്ന് പറഞ്ഞാൽ അവിടെ 20 50ൻ്റെ പീസസേ വന്നിട്ടുള്ളൂ എന്ന് നോക്കും. ഇവിടെ കണ്ടോ, 4 പോസ്റ്റിനെ എണ്ണിയപ്പം 50ൻ്റെ 3 പീസേ വന്നിട്ടുള്ളൂ. അപ്പോൾ 20 × 50 1000 മീറ്റർ ആയിരിക്കും ഒരു മിനിറ്റിൽ സഞ്ചരിക്കുക. അപ്പോൾ ഒരു മിനിറ്റിൽ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം 1000 മീറ്റർ അല്ലേ. അപ്പോൾ 60 മിനിറ്റിൽ, ഒരു മണിക്കൂറിൽ എത്ര ആയിരിക്കും സഞ്ചരിക്കുക? 1000 × 60 60000 മീറ്റർ. 60000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററാണ്? 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ. 60000 മീറ്റർ എത്ര കിലോമീറ്ററാണ്? മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 60000 ഡിവൈഡഡ് ബൈ, ഒരു 0 കൂടി പോയി, 1000. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 60 കിലോമീറ്റർ. എടാ മക്കളെ, ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ സ്പീഡ് എത്ര ആയിരിക്കും? 60 km/h. നോക്കിക്കേ, ഓപ്ഷൻ ബി 60 km/h. കണ്ടോ? അടുത്ത ചോദ്യം. എ മാൻ ബോട്ട് എ ഷർട്ട് at 20% discount on labeled price. He sold it to another person at a 12% profit on labeled price. What was his percentage profit on the price he bought? അതായത് എ മാൻ ബോട്ട് എ ഷർട്ട് അറ്റ് 20% ഡിസ്കൗണ്ട് ഓൺ ലേബിൾഡ് പ്രൈസ്. അതായത് ഈ ഷർട്ടിൻ്റെ ലേബിൾഡ് പ്രൈസ് നമുക്കറിയാമോ? ഇല്ല. സോ ലേബിൾഡ് പ്രൈസ് 100%. എ മാൻ ബോട്ട് എ ഷർട്ട് അറ്റ് 20% ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര? 20%. അപ്പോൾ ഈ ഷർട്ട് ഇവൻ എത്ര രൂപയ്ക്ക് കിട്ടും?
80 കിട്ടും. 80 കിട്ടും. പെർസെൻറ്റേജിൻ്റെ സൈൻ വേണമെങ്കിൽ നമുക്ക് അങ്ങ് മായ്ച്ച് കളയാം. അത് അവിടെ കടന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് 100 ഒരു വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യുകയാണല്ലോ. അപ്പം ഇവിടെ പക്ഷേ ഈ ഷർട്ട് മേടിച്ചിട്ട് ഇവൻ ഇട്ടുകൊണ്ട് നടക്കുമല്ല, ഇവനിത് മറിച്ച് വിൽക്കുക. വാങ്ങിച്ച ഷർട്ട് ഇയാളിത് എന്ത് ചെയ്യുക, തിരിച്ച് വിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് അപ്പോൾ നമുക്കതിനെ പറയാൻ പറ്റുമോ? ഇല്ല, വാങ്ങിച്ചിട്ട് വിൽക്കുകയാണ്. വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. എങ്ങനെയാണ് വിൽക്കുന്നത്? 12% പ്രോഫിറ്റ് ഓൺ ദ ലേബിൾഡ് പ്രൈസ്. എങ്ങനെയാണ് വിൽക്കുക? ഈ ലേബിൾഡ് പ്രൈസിനേക്കാൾ 12% കൂട്ടിയാണ് വിൽക്കുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 112. സെല്ലിംഗ് പ്രൈസ് എത്ര? 112. അപ്പം എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താ? വാട്ട് വാസ് ഹിസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്? അവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലവാക്കിയത് എത്ര? 80. കിട്ടിയത് എത്ര? 112. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിലവാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടി, അത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും പ്രോഫിറ്റ്. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എത്ര? 112 മൈനസ് 80 എത്ര കിട്ടും? 32 എന്ന് കിട്ടും. പക്ഷേ 32% ആണോ? അല്ല. ഓപ്ഷനിൽ 32% കിടപ്പുണ്ട്, എഴുതരുത്. 80-നാണ് 32 കിട്ടിയത്. 100-നാണോ കിട്ടിയത്? 100 കോസ്റ്റ് പ്രൈസ് ആയിട്ട് പ്രോഫിറ്റ് 32 കിട്ടിയത്? അല്ല, നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് 80 ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? 32. കോസ്റ്റ് പ്രൈസ് എത്ര? 80 ഇൻറ്റു 100. അല്ലേ? 0 കട്ട് ചെയ്ത് 8 × 4 32, 4 × 10 40%. സോ ആൻസർ 40%. ഓപ്ഷൻ ബി. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. The captain of a cricket team of 11 players is 25 years old and the wicket keeper is 3 years older than the captain. If the ages of these 2 players are replaced by those of another 2 players, the average age of the cricket team drops by 2 years. Find the average age of those new players. അപ്പോൾ നോക്കിക്കാം മക്കളെ, ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര പേരുണ്ട്? 11 പേരുണ്ട്. അതിൽ ആരുടെയൊക്കെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ക്യാപ്റ്റൻ്റെ വയസ്സ് എത്ര? 25. ആൻഡ് ദ വിക്കറ്റ് കീപ്പർ ഇസ് 3 years older than the captain. അപ്പം വിക്കറ്റ് കീപ്പർ പ്ലെയർ എന്ന് ഞാൻ എടുക്കുന്നു, ആ ഒരു പ്ലെയർ ആണല്ലോ. അപ്പോൾ വിക്കറ്റ് കീപ്പറിന് എത്ര വയസ്സ് കൂടുതലാണ്? 3 വയസ്സ്. വിക്കറ്റ് കീപ്പർ ഇസ് 3 years older than ക്യാപ്റ്റൻ. അപ്പോൾ എത്ര? 28. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വയസ്സ് കൂട്ടി എത്ര കിട്ടും? 8 × 5 13, 2 × 4 1 5 53. If the ages of these 2 players are replaced by those of another 2 players, അപ്പം ഇവരെ രണ്ടുപേരെയും മാറ്റിയിട്ട്, അതായത് 53, ഈ 11 പേരുടെ സമ്മുണ്ടല്ലോ, അതിൽ 53 അങ്ങ് പോയി. 53 പോയി. എന്നിട്ട് എന്താ? പുതിയ 2 പേര് വന്നു. റീപ്ലേസ്ഡ് ബൈ ദോസ് ഓഫ് അനദർ 2 players. ആവറേജ് ഏജ് ഓഫ് ദ ക്രിക്കറ്റ് ടീം ഡ്രോപ്സ് ബൈ 2 years. അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും പോയിട്ട് 2 പേര് പുതിയതായിട്ട് വന്നപ്പോൾ ആവറേജ് എത്ര കുറഞ്ഞു? 2 കുറഞ്ഞു. ആവറേജ് 2 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെയുള്ള എല്ലാവരെയും എഫക്റ്റ് ചെയ്യും. അവിടെ എത്ര പേരുണ്ട്? 11 പേര്. അപ്പം 11 × 2 മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 22 കുറഞ്ഞിട്ടുണ്ട് സമ്മിൽ നിന്നല്ലേ. ടോട്ടൽ സമ്മിൽ നിന്ന് 53 പോയിട്ട് വേറെ 2 പേര് വന്നപ്പോൾ ആവറേജ് 2 കുറഞ്ഞു. ആവറേജ് 2 കുറയുമെന്ന് പറയുമ്പോൾ ഈ 2 പേരെ മാത്രമാണോ അത് ബാധിക്കുക? അല്ല. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പാ, എല്ലാവരെയും ബാധിക്കും. അപ്പോൾ 22 കുറഞ്ഞു അല്ലേ? അപ്പോൾ പുതിയ ഈ വന്ന 2 പേരുടെ സമ്മ് എത്ര ആയിരിക്കും? 53 മൈനസ് 22 എത്ര കിട്ടും? 31 കിട്ടത്തില്ലേ? 2 പേരുടെ സമ്മ, പുതിയ 2 പ്ലെയേഴ്സിൻ്റെ സമ്മാണ് എത്ര? 31. അപ്പോൾ അവരുടെ ആവറേജ് എത്ര? 2 സംഖ്യകളുടെ തുകയാണ് 31. ശരാശരി എത്ര? 31/2 എത്ര കിട്ടും? 15.5. 15.5. ഓപ്ഷൻ സി. ശരിയാണോ? യെസ്, 15.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആവറേജിൽ നിന്നുള്ള ഒരു അല്പം ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി ചെയ്ത് പഠിക്കുക കേട്ടോ. എവിടെ നിന്നൊക്കെ ഏതൊക്കെ സോഴ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ 5 ചോദ്യങ്ങൾ, 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അടുത്ത
എന്തായാലും ഈ ആഴ്ച തന്നെ ഇതിൻ്റെ അടുത്തൊരു ക്ലാസ് കൂടെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.